പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടഡ് കാറ്റഗറി 1 മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 47 × 47 × 47 മൈനസ് 36 × 36 × 36 ഡിവൈഡഡ് ബൈ 47 × 47 × 47 മൈനസ് 36 × 36 × 36. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ പാറ്റേൺ നോക്കുക. അപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇൻറ്റു ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം എന്താണ്, ഇവിടെ 47 × 47 × 47 മേലെ 3 47 താഴെ 3 47. അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യുക? 36 × 36 × 36 മൈനസ് ചെയ്യുക. അപ്പോൾ രണ്ട് ഭാഗത്ത് താഴെ മേലെയും ഇൻറ്റു ചെയ്താൽ നമുക്ക് സെയിം ആയിട്ടുള്ള ആൻസർ തന്നെ കിട്ടും. സംഖ്യകൾ സെയിമാണ്. അപ്പോൾ താഴെ മേലെയും സെയിം സംഖ്യകൾ വരുന്നതുകൊണ്ട് തന്നെ ആൻസർ എന്തായിരിക്കും? ആൻസർ 1 ആയിരിക്കും. ഇത് കൂടുതൽ നിങ്ങൾ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരേ സംഖ്യകൾ തന്നെയാണ് താഴെയും മേലെയുള്ളത്. അതുകൊണ്ട് സെയിം സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 സെക്കൻഡ് 1 മണിക്കൂറിൻ്റെ എത്ര ഭാഗമാണ്? 5 സെക്കൻഡ് 1 മണിക്കൂറിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. 1/360, 1/720, 1/900, 1/1800. 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എങ്ങനെ കാണാം? 5/60 × 60 ചെയ്യാം. എങ്ങനെയാണ് 60 × 60 എന്തുകൊണ്ടാണ് ചെയ്തത്? ഇപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ് അല്ലേ. 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3600 സെക്കൻഡാണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡാണ്. അപ്പോൾ 5 സെക്കൻഡ് എന്താ ചോദിച്ചത്? 1 മണിക്കൂറിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3600 60 × 60 ചെയ്തിട്ട് പിന്നെ അതിനെ നമ്മൾ 5/3600 ചെയ്യാം. അപ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 5/3600 ചെയ്യുമ്പോൾ നമുക്ക് 1/720 എന്ന് കിട്ടും. 5/3600. അപ്പം നമുക്ക് എന്താ കിട്ടുക? മേലെ 1 കിട്ടും, താഴത്ത് 5 എത്ര പ്രാവശ്യം പോവും? 720 എന്നുള്ളത് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 എന്ന വർഷത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര? 90, 91, 92, 93. 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് എത്രയാണ് ആൻസർ വരുന്നത്? എങ്ങനെ നമുക്ക് കിട്ടുക? ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 28, മാർച്ചിൽ 31 ദിവസം. ഇപ്പോൾ 2025 അതിവർഷം അല്ലാത്തത് കൊണ്ട് ഫെബ്രുവരിയിൽ 28 ദിവസമാണ്. അപ്പോൾ ഇത് 3 കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 90 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2.341 ഡിവൈഡഡ് ബൈ 0.02341. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? 2.341 ഡിവൈഡഡ് ബൈ 0.02341. അപ്പോൾ മേലെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട് അംശത്തിൽ. ഛേദത്തിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 5 സ്ഥാനമുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ളത് എടുത്തിട്ട് 5 0 ഉള്ള സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അതായത് 1 ലക്ഷം കൊണ്ട് താഴെ മേലെയും ഇൻറ്റു ചെയ്യാം. നമുക്കിവിടെ 1 2 3 4 ഛേദത്തിൽ 5 സ്ഥാനമുണ്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 5 0 കൊണ്ട് ഇൻറ്റു ചെയ്തു. അല്ലെ നമ്മൾ 2.341 അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? 1 ലക്ഷം കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവിടെയുള്ള 1 2 3 ഈ 3 0 പോവും. അപ്പോൾ എന്ത് ചെയ്യും? 2.341 × 100 കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2.341 × 100. പക്ഷേ താഴെ നമുക്ക്
ഈ 5 സ്ഥാനം മാറ്റുമ്പോൾ നമുക്ക് 0 ഒന്നും ബാക്കി വരില്ല. അതുകൊണ്ട് തന്നെ 2 3 4 1 ആണ് വരിക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 2 0 മാത്രം ഇവിടെ 1 ഇവിടെ 1 പിന്നെ 2 0 ബാക്കിയാവും. അപ്പോൾ അവിടെ ആൻസർ എന്താണ്? അപ്പോൾ ആൻസർ 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ ഉള്ള ഒരു സംഖ്യ, ഈ സംഖ്യയോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് ഫലം 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുക? താഴെ ഇപ്പോൾ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, 870590640380. അപ്പോൾ ഈ സംഖ്യയോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് ഫലം 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുക? അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് ചെയ്യുമ്പോൾ തന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സംഖ്യകളെയും കൂട്ടി നോക്കുക. 8 + 7 + 0 + 5 + 9 അങ്ങനെ എല്ലാതും എഴുതിയിട്ട് കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടും. 50ലേക്ക് എത്ര കൂട്ടിയാൽ 50ൽ ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുക? അത് 54 ആവണം അല്ലേ? 50 കൊണ്ട് 54നെ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 50ൻ്റെ കൂടെ 4 കൂട്ടി കൊടുത്താൽ 54. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ 4 കൂട്ടി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാധാരണ പലിശ നിരക്കിൽ 450 രൂപ 3 വർഷം കൊണ്ട് 540 രൂപ ആയാൽ പലിശ നിരക്ക് എന്ത്? ഇവിടെ സാധാരണ പലിശ ആണെന്ന് തന്നിട്ടുണ്ട്. അത് എത്ര രൂപയാണ്? 450 രൂപ മുതൽ 450 രൂപയാണ്. അത് 3 വർഷം കൊണ്ട് എന്തായിട്ട് മാറും? 540 രൂപയാവും. അപ്പോൾ പലിശയുടെ നിരക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സാധാരണ പലിശ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അതിന് മുതലിൽ നിന്ന് 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന സംഖ്യ 540 ആണ്. 540നെ നമ്മൾ 450 കൊണ്ട് മൈനസ് ചെയ്യാം. 540 നിന്ന് 450 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. അപ്പോൾ സാധാരണ പലിശ ഇങ്ങനെയാണ്. 90 സാധാരണ പലിശ. കാരണം നമുക്ക് മുതൽ എത്രയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് അതിൽ നിന്ന് നമുക്ക് 3 വർഷം കിട്ടുന്ന സംഖ്യ 2 തന്നിട്ടുണ്ട്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറക്കുക. അങ്ങനെ സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? PNR / 100. എന്താണ് P? ഇവിടെ P നമുക്ക് മുതൽ തന്നിട്ടുണ്ട് 450 ഡെപ്പോസിറ്റ് ചെയ്തത്. N എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? നമ്മൾ 3 വർഷം തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ 6 പലിശ നിരക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ ഏതാണ് 90 = 450 ഇൻറ്റു, അതായത് P ഇൻറ്റു N എത്രയാണ്? 3 ആണ്. 6 പലിശ നിരക്ക് ഇൻറ്റു 6 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളോണ്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 90 = 50 ഇൻറ്റു R/100. R എങ്ങനെ കാണാൻ നോക്കാം. R = 100 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 1350. അപ്പോൾ നമ്മൾ ഈ 2 0 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് മേലെ എത്ര വരും? R = 900/135 കിട്ടും. നമ്മൾ 900/135 നമ്മൾ ഡിവൈഡ് ചെയ്യാം. 900/135 ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 27 വരും, ഇവിടെ 180 വരും. പിന്നെ നമ്മൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ 9 വരും, ഇവിടെ 60 വരും. പിന്നെ നമുക്ക് 3 കൊണ്ട് ചെയ്യുക. 3 3s are 9, ഇവിടെ 20 വരും. 20/3 കിട്ടും. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 3 എത്ര വരിക? 3 6 are 18. ഇപ്പോൾ റിമൈൻഡർ 2. അപ്പോൾ ഇതെങ്ങനെ എഴുതുക? 6 നമ്മൾ സൈഡിൽ എഴുതി, 3 നമ്മൾ താഴെ എഴുതി, 2. ഇതാണ് ആൻസർ. 6 2/3 എന്നതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A = B = 3:2, B = C = 4:5 ആയാൽ A = B = C എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ.
ആൻസർ എന്താണ്? 6:4:5 എന്നതാണ് ആൻസർ. അതെങ്ങനെ കിട്ടുക? A:B = 3:2, B:C = 4:5. അപ്പോൾ 4 × 2/4 ചെയ്യുക. അതേപോലെ 5 × 2/4 ഈസ് ഈക്വൽ ടു 2 × 10/4 കിട്ടും. ഇപ്പോൾ നമ്മൾ 4 × 2/4 4ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അതേപോലെ A:B C = 3:2 2:10/4. അപ്പോൾ 12:8:10 കിട്ടും. അതിന് നമ്മൾ ചെറുതാക്കുമ്പോൾ 6:4:5 ആണ് ആൻസർ. ഇനി നോക്കിയേ, 25ൻ്റെ 40%, 40ൻ്റെ എത്ര ശതമാനമാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 25ൻ്റെ 40% ആദ്യം നമ്മൾ കാണാം. 25ൻ്റെ 40% കാണണമെങ്കിൽ 25 × 40/100. അപ്പോൾ നമ്മൾ ഈ 0 കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഇവിടെ 2 കിട്ടും, ഇവിടെ 5 കിട്ടും. അപ്പോൾ ഈ 2നെ നമ്മൾ ഇവിടെ 4/8 കട്ട് ചെയ്യുക. അപ്പോൾ 5 × 2 എത്രയാണ്? 10 ആണ് ആൻസർ. 25ൻ്റെ 40% 10 ആണ്. അപ്പോൾ ഈ 10 നമുക്ക് 40ൻ്റെ എത്ര ശതമാനം എന്നാണ് തന്നിട്ടുള്ളത്? ഈ 10:40ൻ്റെ എത്ര ശതമാനമാണ്? 40 × ഇവിടെ നമുക്ക് x ഇടാം, 100. പിന്നെ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ x ഈസ് ഈക്വൽ ടു 100 × 10/40. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100/4 എന്ന് കിട്ടും. 100/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 25%. ഇതാണ് ആൻസർ. നോക്കിയേ, 25% വന്ന ആൻസർ. 25ൻ്റെ 40% നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമുക്ക് 10 എന്ന് ആൻസർ കിട്ടി. അങ്ങനെ നമ്മൾ 10 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എക്സ് കിട്ടി. എക്സ് വെച്ചിട്ട് ചെയ്തു. എക്സ് ഈസ് ഈക്വൽ ടു 100/4 കിട്ടി. അത് 25%. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 128 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളം വീതിയുടെ ഇരട്ടിയാണ്. എന്നാൽ ചുറ്റളവ് എത്രയാണെന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചതുരത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? എങ്ങനെ കാണാം? നീളം ഇൻറ്റു വീതിയാണ്. നീളം ഇൻറ്റു വീതി നമുക്ക് 128 തന്നിട്ടുണ്ട്. അത് ഇരട്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. വീതി ഇരട്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 × വീതി × വീതി 128. അതായത് നീളം 2 വീതിയാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? നീളം വീതിയുടെ ഇരട്ടിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? വീതിയുടെ ഇരട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 × വീതി × വീതി ചെയ്തത്. 2 വീതി കൂടിയതാണ് നീളം. ഇപ്പോൾ വീതി 8 മീറ്റർ ആണെങ്കിൽ നീളം എത്രയായിരിക്കും? 16 മീറ്റർ ആയിരിക്കും. അപ്പോൾ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × നീളം പ്ലസ് വീതിയാണ്. അതായത് 2 × 16 + 8 48 മീറ്ററാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഒരു സംഖ്യയുടെ 3 മടങ്ങിനും 7 മടങ്ങിനും തമ്മിലുള്ള വ്യത്യാസം 28 ആയാൽ സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് സംഖ്യ അറിയില്ല. അതുകൊണ്ട് സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ 3 മടങ്ങിനും 7 മടങ്ങിനും തമ്മിലുള്ള വ്യത്യാസം 28ആണ്. അതുകൊണ്ട് 7 മടങ്ങ് എന്നുള്ളത് നമ്മൾ 7x എടുത്തു. 3 മടങ്ങ് എന്നുള്ളത് 3x എടുത്തു. അപ്പോൾ 7x - 3x = 28. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 4x കിട്ടി. 4x = 28ആണ്. x = 28/4 = 7. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.